മലയാളികൾ ഓണത്തിന് പൂക്കളമൊരുക്കാൻ അതിർത്തി കടന്നെത്തുന്ന പൂക്കളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും അതിർത്തിക്കപ്പുറത്തു നിന്നും പൂക്കളുടെ വരവിന് കുറവൊന്നുമില്ലെങ്കിലും തദ്ദേശീയമായി പൂക്കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ഇതര സംസ്ഥാന പൂക്കളെ ആശ്രയിക്കുന്നതിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നേതൃത്വത്തിൽ നന്മ JLG വനിതാ ഗ്രൂപ്പ് 50 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലിയും വാടാമല്ലിയും വിരിഞ്ഞ് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഓണമിങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. വസ്ത്രമെടുക്കലും പൂക്കളമൊരുക്കലുമൊക്കെയായി മലയാളി തിരക്കിലാണ്. ഓണത്തെ വരവേൽക്കാനായി പൂപ്പാടങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അതിർത്തി കടന്ന് പൂക്കൾ വാങ്ങുന്നത് ഒഴിവാക്കാനായി തദ്ദേശീയമായി പൂ ഉൽപ്പാദിപ്പിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത്. ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതി പ്രകാരം കുറുമാത്തൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ 50 സെന്റിലാണ് പൂക്കൃഷി ഒരുക്കിയത്. നന്മ JLG വനിതാ ഗ്രൂപ്പ് അംഗങ്ങളാണ് ഈ പൂപ്പാടത്തിന് പിന്നിൽ. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നന്മ JLG എന്ന പേരിൽ നമ്മൾ 5 അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന പുഷ്പകൃഷിയാണിത്. കുറുമാത്തൂർ കൃഷിഭവന്റെ പൂർണ്ണ സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാർ എപ്പോഴും നമ്മളെന്ത് കാര്യത്തിന് പറഞ്ഞാലും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. എന്തായാലും പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രാവശ്യം നല്ല വിപണി നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെണ്ടുമല്ലിയും വാടാമല്ലിയുമാണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത്. കർഷകർക്ക് പൂർണ്ണ പിന്തുണയുമായി കുറുമാത്തൂർ കൃഷിഭവനും കൂടെയുണ്ടെന്ന് കൃഷി ഓഫീസർ അമൃത പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയായ ഓണത്തിനൊരു കൊട്ടപ്പൂവ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 JLG വനിതാ ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ ഇത്തവണ കുറുമാത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി വാടാമല്ലി തൈകൾ നൽകിയത്. ഓണത്തിന് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സർക്കാർ ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഏകദേശം കുറുമാത്തൂർ കൃഷിഭവന് കീഴിൽ വരുന്ന 11 വനിതാ JLG ഗ്രൂപ്പുകൾക്കാണ് കുറുമാത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂക്കൃഷി ആരംഭിച്ചത്. ഇപ്പോൾ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.